നമ്മളിപ്പോൾ ഡോക്ടർക്ക് അവാർഡ് കൊടുത്തിട്ട് അല്ലോ നല്ല ഡോക്ടറാട്ടോ. എന്തേ പറയാനുള്ള കാരണം എന്നറിയോ? അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇപ്പം MBBS അല്ലേ, ഇനി PG എടുക്കണ്ടേ ചോദിച്ചു. അതായത് MDയോ MS MRCPയോ അല്ലെങ്കിൽ DCHO അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു MBBS ബേസിക് ആണല്ലോ, അതിൻ്റെ മീതെള്ളൊക്കെ എടുക്കണ്ടേ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? ഉസ്താദേ, ഞാൻ ഇനി മീതൊക്കെ പോകണില്ല. ഞാൻ ഈ ഗ്രാമങ്ങളിൽ പോയി ജനങ്ങളെ ചികിത്സിച്ചിട്ട് ഇവർക്കൊക്കെ നല്ല ഉപകാരങ്ങൾ ചെയ്തിട്ട് ഗ്രാമീണ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് കാരുണ്യ പ്രവർത്തനത്തിന് പോകുകയാണ്. എന്തൊരു മനുഷ്യൻ, എന്തൊരു ഹൃദയമാ! അതാണ് ഡോക്ടർക്ക് വേണ്ട മനസ്സ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു MD എടുക്കണമെങ്കിൽ 50 ലക്ഷം മിനിമം വേണം, അല്ലെങ്കിൽ 60 ലക്ഷം വേണം. ഒരു MBBS എടുക്കാൻ സ്വകാര്യ മേഖലയിലെങ്കിൽ 50, 60, 75 മേടിക്കുന്നവരുണ്ട്. അപ്പോൾ 1.5-2 കോടി വേണം മിനിമം ഒരു ഡോക്ടറായി വരാൻ. അത് വേഗം തിരിച്ചു പിടിച്ച് 500-1000 ഫീസ് മേടിച്ച് പോക്കറ്റ് നടക്കാനോ നോക്കി എല്ലാവരും. അദ്ദേഹം പറഞ്ഞത് അതല്ല, എനിക്ക് സമൂഹത്തിൽ പാവങ്ങളെ സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടണം. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഡോക്ടർമാരൊന്നും ഇപ്പോൾ അങ്ങനെ പറയില്ല. ഞാൻ 2 ആശുപത്രി നടത്തുന്ന ഉസ്താദാ. 2 ആശുപത്രി ഞാൻ എപ്പോഴും നടത്തുന്നുണ്ട്. 10-200 ഡോക്ടർമാർ എൻ്റെ അണ്ടറിൽ ഉണ്ട് ആ വിഷയമായി ബന്ധപ്പെട്ട്. 10-30 കൊല്ലമായിട്ട് ഈ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ഉസ്താദും കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്കതിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അദ്ദേഹം, ഞാൻ ചോദിച്ചു ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചപ്പോൾ അദ്ദേഹം ഇവിടുന്ന് കിട്ടിയ വിവരം, അദ്ദേഹം പഴയ SSFലൂടെ കടന്നു വന്ന ആളാണ്. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിദ്യാഭ്യാസ ചിന്ത, അതാണ് SSFലൂടെ പഴയകാല പ്രവർത്തനങ്ങൾ